വചനമൊഴി സെപ്റ്റംബർ 5. വചനഭാഗം എഫേസൂസ് 4:7-12, യോഹന്നാന്റെ സുവിശേഷം 15:18-25. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിനു മുൻപേ അതെന്നെ വെറുത്തു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം അതിന് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ വചനം പാലിച്ചെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എന്റെ നാമം മൂലം അവർ ഇവയെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല. എന്നെ വെറുക്കുന്നവൻ എന്റെ പിതാവിനെയും വെറുക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും വെറുക്കുകയും ചെയ്തിരിക്കുന്നു. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ ഈശോ പറയുന്നു, ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. ഈശോയുടെ വാക്കും ഈശോയുടെ പ്രവൃത്തിയും തിരസ്കരിച്ചു. അതുമൂലമാണ് അവർക്ക് പാപം ഉണ്ടായത്. ഈശോ സത്യദൈവത്തെ വെളിപ്പെടുത്തി തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും അറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുകയും അതിലൂടെ പിതാവുമായി ഐക്യത്തിലായിരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ലോകം ഈശോയെ ദ്വേഷിച്ചതുകൊണ്ട്, വെറുത്തതുകൊണ്ട് അവിടുത്തെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരും അപ്രകാരം ലോകത്തിൽ നിന്ന് സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോയെ വെറുക്കുന്നവർ പിതാവിനെയും വെറുക്കുന്നു എന്നാണ് അവിടുന്ന് പറയുന്നത്. ഇന്ന് വിശുദ്ധ മദർ തെരേസായുടെ തിരുനാൾ ദിവസമാണ്. വിശുദ്ധ മദർ തെരേസ നമ്മോട് പറയുന്നത്, കടമകൾക്കും അപ്പുറം നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാനാണ്. തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കടമകൾക്കും അപ്പുറം ഈശോയെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത വിശുദ്ധ മദർ തെരേസായെ അനുസ്മരിക്കുന്ന ഈ ദിവസം നമുക്കും കടമകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ, കടമകൾക്കും അപ്പുറം നന്മ ചെയ്ത് വിശുദ്ധിയിൽ വളരുവാൻ പരിശ്രമിക്കാം. അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.